ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ ഫെൽറ്റ് ഷീറ്റിൽ വെച്ചൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ DM ചെയ്യാം, വാട്സാപ്പ് നമ്പർ കാറ്റലോഗ് അപ്പോൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഫെൽറ്റ് ഷീറ്റ് വൈറ്റും അതേപോലെ തന്നെ സ്റ്റോൺ ലേസാണ്. നമ്മുടെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റ് വൈറ്റും ബ്ലാക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ ബോൾ ചെയിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബോൾ ചെയിൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ. നമുക്ക് അതേപോലെ ഒരു ലൈനായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുന്തൻ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിട്ട് ഉള്ളത്, മൾട്ടി കളേഴ്സ് വരുന്നത്, അതേപോലെ ഹാഫ് ബീഡ് ഷൈനിങ് ഉള്ളതും. അപ്പോൾ ഇത് ഞാൻ B7000 അപ്ലൈ ചെയ്തിട്ട് ഓരോ പീസും ഇതേപോലെ എടുത്ത് വെക്കണം. ഈ പെന്ന് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട്. കാരണം നമുക്ക് ഗ്ലൂ കയ്യിലാവാതെ ഒട്ടിക്കാൻ പറ്റിയൊരു പെന്നാണ്. ഗ്ലൂ കയ്യിലോ അല്ലെങ്കിൽ കറുത്ത് അങ്ങനെയൊന്നും ആവത്തില്ല. കാരണം ജസ്റ്റ് പിക്ക് ചെയ്യുക, ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഭയങ്കര നല്ല അഫോർഡബിൾ പ്രൈസുമാണ്, അതേപോലെ തന്നെ നല്ല യൂസ്ഫുള്ളുമാണ്. ഇത് കുറേ കാലത്തേക്ക് നിൽക്കുകയും ചെയ്യും. നമ്മുടെ കയ്യിലുള്ള വാക്സിൻ്റെ ആ ഷീറ്റ് തീർന്നു പോയാൽ തന്നെ നമുക്ക് വേണം മെഴുകുതിരി ചെറുതായിട്ട് സൈഡിൽ നിന്ന് തോണ്ടിയെടുത്ത് അതും വെച്ച് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിത് പെന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൾട്ടി കളേഴ്സായിട്ട് പല കളേഴ്സിൽ വരുന്ന കുന്തൻ സ്റ്റോൺസ് നമുക്ക് ഇതേപോലെ നല്ല വെറൈറ്റി ആയിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഞാനിതിൽ ഫ്ലവറിൻ്റെ ഹാഫ് ബീഡും ഉപയോഗിച്ചിട്ടുണ്ട്. ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും ഉപയോഗിച്ച് ഇതേപോലെ അടിപൊളിയായിട്ട് ഞാനിത് ഫുൾ ഫില്ല് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമുക്ക് മെഴുകുതിരി തിരിയോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ലൈറ്റർ വെച്ച് ഉരുക്കിയിട്ട് ഗോൾഡൻ ഹെയർ ബോയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാനും ഞാൻ കുറച്ച് ഫെൽറ്റ് ഷീറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ യൂസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് വീതി കൂട്ടി ഞാൻ എടുത്തേക്കാണ്. ഇതേപോലെ ഞാൻ മറ്റേപോലെ ബട്ടർഫ്ലൈ വെക്കാതെ ഇങ്ങനെ വെച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിനോട് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടാൻ വേണ്ടിയാണ് വീതിയിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടായിരിക്കും യൂസ് ചെയ്യുമ്പം. ഹോട്ടായിട്ട് വേണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോരും. കാരണം ഹോട്ടാകുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോഴും നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. ഇതേപോലെ ബാക്കി വരുന്ന ഫെൽറ്റ് ഷീറ്റ് സൈഡിൽ കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതിയ വെറൈറ്റിയിൽ ചെയ്യാൻ പറ്റും, ബട്ടർഫ്ലൈ അല്ലാതെ ഫ്ലവറിലൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.